ഏകദേശം 800 MB/s, 900 MB/s, ഓൾമോസ്റ്റ് 1 GB/s ഇൻ്റർനെറ്റ് സ്പീഡ് നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പ്യൂട്ടറാണ്. അതും വെറും കമ്പ്യൂട്ടറിൽ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈമിലുള്ള ഒരു ഒറിജിനൽ കമ്പ്യൂട്ടർ പോലെ തന്നെയാണ് ഈ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഒറിജിനൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയർസ്, ഗെയിംസ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ കൈമിലുള്ള ഒരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകാനും ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ ഈ ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ക്ലൗഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൈമിലുള്ള ഏത് ഡിവൈസ് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പം ആൻഡ്രോയിഡ് ഡിവൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ കൈമിൽ ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ ഐഫോൺ, iOS, നിങ്ങൾക്ക് ഏത് ഡിവൈസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. പിന്നെ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റാണ് കിട്ടുന്നത്. ഏകദേശം 1 GB/s സ്പീഡിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സോഫ്റ്റ്വെയർസ്, ഗെയിംസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന എല്ലാ സ്റ്റെപ്സും നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കും ഇതേപോലത്തെ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മൈ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ Windows 365 ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. Windows 365 ബിസിനസ് ഉണ്ട്, എൻ്റർപ്രൈസ് ഉണ്ട്. അപ്പോൾ നമ്മളതിൽ ബിസിനസ്സാണ് സെലക്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റിൽ കയറാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ കയറാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറുന്ന നിങ്ങൾക്ക് 3 പ്ലാനാണുള്ളത്. അതിൽ ഞാനിപ്പോൾ മിഡിലുള്ള പ്ലാനാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. കാരണം ആ ഒരു പ്ലാനിലാണ് നമുക്ക് 1 month ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉള്ളത്. അത് ട്രൈ 1 month ഫ്രീ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി ചോദിക്കും. അതിൽ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്തെടുക്കുക, നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം നിങ്ങളെ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തെടുക്കാൻ ചെയ്യേണ്ടത്. നിങ്ങളെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ഡയറക്റ്റായിട്ട് ഈ ഒരു സെറ്റപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പം നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഡയറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളോട് ഒരു പാസ്വേഡ് സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ചോദിക്കും. ഈ ഒരു പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളെ ക്ലൗഡ് കമ്പ്യൂട്ടർ നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ ആ ഒരു പാസ്വേഡ് കറക്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യലാണ്. അതിനായിട്ട് നിങ്ങൾ ആ ഒരു ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിൽ നിങ്ങളെ കാർഡ് നമ്പർ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ കൊടുത്തിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങളെ കാർഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കാർഡ് നിങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 2 രൂപ ഇവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്താൽ നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് വെരിഫൈ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് വെരിഫൈ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അരമണിക്കൂർ ടൈം എടുക്കും. ആ ഒരു ടൈമിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അസൈൻ ആയിട്ട് കിട്ടുകയുള്ളൂ. ഞാനപ്പോൾ ആ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ആ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ ഇപ്പം സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് താഴത്തായിട്ട് നമുക്ക് ഓപ്പൺ ഇൻ ബ്രൗസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നിങ്ങളുടെ ബ്രൗസറിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു ഓപ്പൺ ഇൻ ബ്രൗസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ ഇപ്പോൾ സ്റ്റാർട്ട് ആകുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളോട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. നിങ്ങൾ പ്രിൻ്റർ, മൈക്രോഫോൺ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ് നമ്മളോട് ഒരു പാസ്വേഡ് ചോദിക്കും. നമ്മൾ ഫസ്റ്റ് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ കൊടുത്തില്ല ഒരു പാസ്വേഡ് നമ്മൾ ഈ ഒരു നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ആ ഒരു പാസ്വേഡ് കൊടുക്കുന്നെങ്കിൽ നമ്മൾ ആ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ ഡയറക്റ്റായിട്ട് സ്റ്റാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ ഇപ്പം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ റൺ ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ക്രോം ബ്രൗസറിലാണ്. എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഉള്ളിലുള്ള ഒരു ക്രോം ബ്രൗസറിലാണ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ നമുക്ക് ഒറിജിനൽ നോർമൽ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നമുക്ക് നമ്മളെ ബ്രൗസറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റൺ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഞാൻ ഈ ഒരു കമ്പ്യൂട്ടർ ഓൾറെഡി ഓൺ ആക്കിയതിന് ശേഷം ഞാൻ ഇതിൽ എനിക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബ്രേവ് ബ്രൗസർ, പിന്നെ നമ്മളെ VS കോഡ്, ബ്ലൂ സ്റ്റാക്സ്, നമ്മളെ ആൻഡ്രോയിഡിലുള്ള ഗെയിംസ് കളിക്കാൻ വേണ്ടിയുള്ള ബ്ലൂ സ്റ്റാക്സ്, ഏത് സോഫ്റ്റ്വെയർ ആണ് എടുക്കുന്നത് നമ്മളെ വിൻഡോസിൽ ഉപയോഗിക്കുന്ന ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് 11 ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിലുള്ള ഇൻ്റർനെറ്റ് സ്പീഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒരു സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് ടെസ്റ്റ് നിങ്ങൾക്ക് റൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ക്ലൗഡ് കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് ടെസ്റ്റ് നോക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം 800 MB/s,
900 MB/s, ഓൾമോസ്റ്റ് 1 GB/s ഇൻ്റർനെറ്റ് സ്പീഡ് നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു സെറ്റിങ്സ് പോകുന്നതാണ്. അപ്പം സെറ്റിങ്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൻ്റെ റാം എന്ന് പറയുന്നത് 8 GB റാമാണ്. 8 GB റാം. പിന്നെ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Windows 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ റൺ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റർണൽ സ്റ്റോറേജ് വരുന്നത് നമുക്ക് ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് നമുക്ക് വരുന്നത് 128 GB ഹാർഡ് ഡിസ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു 128 GB നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഏത് സോഫ്റ്റ്വെയർസ് ഗെയിംസ് എന്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൽ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പം പ്രോഗ്രാമിംഗ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാമിംഗ് ചെയ്യാം. അതേപോലെ നിങ്ങളെ നോർമൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കൈമുള്ള ഏത് ഡിവൈസിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നമുക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ കൈമുള്ള ഫോണിലാണെങ്കിലും ഏതിലാണെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇനി ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൻ്റെ ഫ്രീ ട്രയൽ എന്ന് പറയുന്നത് 1 month ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു മാസം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് സോഫ്റ്റ്വെയർ ഗെയിംസ് ആപ്ലിക്കേഷൻ എന്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ആ ഒരു 1 monthന് ശേഷം നമുക്ക് പേ ചെയ്താൽ മാത്രം നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൻ്റെ ആക്സസ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് 1 month നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നിങ്ങൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം നിങ്ങൾ ആ ഒരു 1 month കഴിയുന്നതിന് മുമ്പ് നിങ്ങളെ കൊടുത്തിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് കയറി നിങ്ങൾ ആ ഒരു അക്കൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പിന്നെ പൈസ ചാർജ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഏകദേശം 1 month നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കിങ്ങനെ നമ്മളെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൻ്റെ ആക്സസ് കിട്ടാനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഇൻസ്റ്റാൾ വിൻഡോസ് 365 ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഈ ഒരു വിൻഡോസ് 365ൻ്റെ ഹോം പേജിൽ വന്ന് നമുക്ക് കാണുന്നതായിരിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അതിൻ്റെ താഴത്തായിട്ട് നമുക്ക് മൈക്രോസോഫ്റ്റ് റിമോട്ട് ഡെസ്ക്ടോപ്പ് ഫോർ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ URL എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൻ്റെ ആക്സസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു URL നമുക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. ആ ഒരു URL നിങ്ങൾ ഡയറക്റ്റായിട്ട് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങളെ ആൻഡ്രോയിഡ് ഫോണിൽ നിങ്ങൾ RD ക്ലയൻറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയ ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് ആഡ് വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു കോപ്പി എടുത്തിട്ടുള്ള ആ ഒരു URL ഡയറക്റ്റായിട്ട് അതിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നെങ്കിൽ നമുക്ക് ആ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ ആ ഒരു കമ്പ്യൂട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫോണിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങളോട് ആ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മറ്റേതിൽ കൊടുത്തിട്ടുള്ള നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം അക്കൗണ്ട് വെച്ച് നമ്മൾ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നമ്മളെ ഈ ഒരു RD ക്ലയൻറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ ആഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളോട് ഫസ്റ്റ് കുറച്ച് പെർമിഷൻ ചോദിക്കും. ഒരു പെർമിഷൻ നമ്മൾ ഡയറക്റ്റായിട്ട് അലോ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അലോ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കണക്ട് കൊടുക്കുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു ലാപ്ടോപ്പിൽ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ള ആ ഒരു സെയിം രീതിയിൽ നമ്മളോട് ഈ ഒരു RD ക്ലയൻറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നമുക്കൊരു പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം പാസ്വേഡ് നമ്മൾ ഡയറക്റ്റായിട്ട് ആ ഒരു പാസ്വേഡിൻ്റെ ഫീൽഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ കണക്ട് കൊടുക്കുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൻ്റെ ആക്സസ് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലുള്ള നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറാണ്. പിന്നെ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൽ നമുക്ക് ആ ഒരു കീബോർഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരു സെയിം കീബോർഡ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളൊരു ഒറിജിനൽ നമ്മളൊരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലുള്ള നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് കോഡിങ് വേണ്ടിയിട്ട് കോഡിങ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒറിജിനൽ നമ്മളെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ ഫോണിലുള്ള നമുക്ക് ആക്സസ് ചെയ്തിട്ട് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ ആക്സസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്യുന്ന നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതേപോലത്തെ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൻ്റെ ഫ്രീ ട്രയൽ ലിമിറ്റ് എന്ന് പറയുന്നത് 1 month ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സോഫ്റ്റ്വെയർസ് ഗെയിംസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ടെക്നോളജി വീഡിയോ നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.